പെട്ടെന്ന് ഒരു ഇതിൽ വന്നിട്ട് 130 ഉണ്ടായിരുന്ന ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് 50-ലോട്ടായി. അങ്ങനെ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. കുറച്ച് സമയം കൂടെ ഉള്ളു. പക്ഷെ കൊച്ചു കരഞ്ഞില്ല. എനിക്ക് ഇവിടെ നിന്നിട്ട് നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു പോയി കൊച്ചിനൊക്കെ ഇങ്ങനെ വാങ്ങുന്നതും അതൊക്കെ. മേഘ സുനിൽ, ഡോക്ടർ ദേവിക റാണി. 23 വയസ്സാ? നോ 25. എന്തിനാടാ ഞാൻ ഇന്ന് കുളിച്ചൊരുങ്ങി വന്നിട്ട് എവളെ ഈ സാമ്പാർ നെഞ്ചത്ത് വീഴ്ത്താനോ? ഞാൻ മര്യാദയ്ക്ക് അവിടെ ഞാൻ കടയിരുന്ന് കഴിച്ചു പോയേനെ. ആ പാവം ചേച്ചി ഇപ്പം വന്ന് അത് വൃത്തിയാക്കിട്ട് പോയതേ ഉള്ളൂ. പുതിയ ഷർട്ട് കൊച്ചിനെ കാണാൻ വേണ്ടി ഇട്ടുണ്ടോ? കൊച്ചു സാമ്പാറിൽ കുളിച്ച് കണ്ടാതെ സാമ്പാറല്ലേ എന്റെ അച്ഛന്റെ നാള് വിശാഖം. പോട്ടെ, സാമ്പാറല്ല വേറെ സാധനം. ഇനി സാമ്പാർ വേണ്ട. സാമ്പാർ വേണ്ടത് ചമ്മന്തിയും കൂടെ തട്ടിക്കമ്പത്തല്ലേ ഇനി. ഫുഡ് കൈ കൊണ്ട് എടുക്കട്ടെ. കഴിക്കട്ടെ. എന്തായിരുന്നു? ഒരു PV ചെയ്തു. ജീവൻ പോയി. പയ്യെ ചെയ്യാൻ മോളെ, പയ്യെ ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേറൊരു ഡോക്ടറായിരുന്നു. പയ്യെ ചെയ്യാന്ന് പറഞ്ഞാൽ റിലാക്സ് ആയി പയ്യെ ആയിരിക്കും ചെയ്തു. നോക്കിയപ്പോ എന്റെ ജന്മത്തിന് ഇതുപോലൊരു സാധനം. എന്തൊരു പെയിനായിരുന്നു. അതിനിടയ്ക്ക് അമ്മ പൂങ്ങല് പയ്യെ ഇരിക്കുന്നു. എല്ലാം കൂടെ എന്റെ ചുറ്റിന് നിന്ന് എല്ലാം കൊലയാൻ പോണാണ്. കേട്ടിട്ടുണ്ട് PV പാടാണ്, പക്ഷെ ഇപ്പൊ അനുഭവിച്ചു ശരിക്കും എന്താണ് PV. പൂരി വാങ്ങിച്ചപ്പോഴും ഞാൻ കേൾക്കണത് PV എന്നാണ്. പൂരി വേണോ? PV യാ. എന്താണ് ഇന്നത്തെ ദിവസം പറ്റുന്നൂടാ? മോള് ഒരു സൈഡിൽ കൂടെ, അമ്മ ഒരു സൈഡിൽ കൂടെ. മോള് സാമ്പാർ, അമ്മ ചമ്മന്തി. നീ പോയി നിന്റെ അവിടെ കിടക്ക്. ചേച്ചി വിളിക്കാൻ പോയി. പാവം. ഏക 24-ാം തീയതി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോവുകയാണ്. ഇല്ല 24 ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെയാണ്. ഡോക്ടർ വരുമ്പോ പറയണ പേഷ്യന്റ് നീയാണെന്ന്. എന്റെ ഗുളിക മാറി വെച്ചാൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ രാവിലത്തെ പരിപാടിയൊക്കെ? ഇന്നലെ രാത്രി പെയിൻ ഉണ്ടായിരുന്നല്ലേ? ഇന്നലെ രാത്രി, രാവിലെ വെളുപ്പാകാലത്ത് പെയിൻ ഉണ്ടായിരുന്നു. നല്ല പെയിനായിരുന്നു. പക്ഷെ പിന്നെ അതങ്ങ് കുറഞ്ഞ് പിന്നെ ഒന്ന് ഉറങ്ങാൻ പറ്റി ഭാഗ്യത്തിന്. പിന്നെ രാവിലെ പിന്നെയും തുടങ്ങി. ഇനി വീണ്ടും ഒരു ഗുളിക കൂടി കൊടുക്കും. ഇനിയിപ്പോ വെക്കണം. ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അതിന്റെ പെയിൻ ഉണ്ട്. കിടക്കുന്നുണ്ട് അവനാണ്. ഞാനൊരു സപ്പോർട്ടിനും ബലത്തിനും വേണ്ടി കിടക്കുന്നയാ. ഞാൻ മേക്ക് സപ്പോർട്ടിന് കിടക്കുന്നയാ. എവിടെ നിന്റെ സപ്പോർട്ട്? എവിടെ? ആ കട്ടിലിന്റെ മുക്കാൽ ഭാഗം അവനാ കിടക്കണേ. അവക്ക് അത്ര സപ്പോർട്ട്. ഇപ്പോഴോ കൊച്ചു പുറത്തു വരാത്തോണ്ടാണ് ഈ ഗുളിക കൊടുക്കണത്. അതുകൊണ്ട് ഞാൻ പുറത്ത് വെച്ചേക്കുന്നു. രണേഷ് ഇന്ന് ഡ്യൂട്ടിയില്ല?
പോലീസ് ഇന്ന് ഫുൾ ലീവ് എടുത്തിരിക്കുക മേഘയുടെ പ്രസവത്തിന് വേണ്ടി. കേന്ദ്ര സർക്കാർ ലീവ് അനുവദിച്ച്. അവസാനം അതെ, അനിയത്തി പ്രസവിക്കാൻ കിടക്കുന്നു. ബൈ. നിങ്ങളെന്താ കഴിച്ചേ? ഇതുവരെ മസാല ദോശയിലെ കൊതി വിട്ടില്ലേ? പഴങ്കഞ്ഞി പൂരി. വിത്ത് ഗുണം 10 ഗുണം. അത് കഴിച്ചാ പോരെ, എല്ലാം ദോശ തന്നെയല്ല. ഇവള് ഹോസ്പിറ്റലിൽ വന്ന് ചേച്ചിയെ നോക്കാല്ല, തിന്നാൻ 3 നേരം തിന്നാൻ. മേഘനെ നമ്മൾ നടത്തിട്ടുവാ. ഈ ഹോസ്പിറ്റലിന് ചുറ്റും ഒരു 10 റൗണ്ട്. മേഘയിൽ ഞാനൊരു PT ഉഷയെ കാണുന്നുണ്ട്. നമുക്ക് ഓടിയാലോ? എന്ത് പറയുന്നു? എല്ലാ SI ആ നമ്മുടെ കൂടെ ഉള്ളത്, അപ്പൊ എല്ലാ പ്രാക്ടീസും അറിയാം. വർക്കൗട്ട് കറങ്ങിട്ട് വരും. ഫുൾ സപ്പോർട്ട് തോപ്പിലുണ്ട്. നടത്തണമെങ്കിൽ കുറച്ച് സ്കോട്ട് കൂടി ഉണ്ട് അടുത്തിന്. അത് ഞാൻ റൂമിൽ ഇപ്പോൾ ഒരു കുറച്ച് റൗണ്ടായി. ഞാൻ റൂമിൽ കയറി സ്കോട്ട് ചെയ്യിക്കട്ടെ. പോട്ടെ പോട്ടെ. 6 W ആയിട്ട് മുഖം വയ്ക്കാതെ ചിരിച്ചോണ്ടിരിക്കും മേഘ. അതെ W. ചിരിച്ചോണ്ട് ചിരിച്ചോണ്ട്. ഇനി 2 എണ്ണം കൂടെ, ലാസ്റ്റ് 2 എണ്ണം. ഒന്നും കൂടെ, ലാസ്റ്റ് വൺ. ഇതിപ്പോ ആര്? ഈസി ആയിട്ട് ചെയ്യുന്നു, ഈസി ആയിട്ട് ചെയ്യുന്നു. സ്ഥിരം ജിമ്മിൽ പോകുന്ന ഒരാളെ പോലെ അല്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്യുന്നു. അയ്യോ, ആ എക്സ്പ്രഷൻ ഇടല്ലേ, നിന്നെ പൊക്കി നിർത്തിയിരിക്ക. നീ എന്നും ജിമ്മിൽ പോകുന്നൊക്കെ പറഞ്ഞ്. W അല്ല. മാമു ചിരിച്ചോണ്ട്. അതെ, ഇരുന്നോ. ഈസി ഇരുന്നോ. ഇത് മീറ്റർ തുണി ആരോ ചെയ്ത് ബാക്കി മിച്ചം കൂടി കഫ്താൻ. നീ ഇങ്ങനെ കുറച്ച് കാണല്ലേ? ഈസി. അതെ, നേരെ നടക്കണമെങ്കിൽ ഇതാണ് സൂപ്പറായി കിടക്കണം. സിംഗപ്പെണ്ണേ വരുന്നില്ലേ? അവക്കെ അറിയാം ഈ ലാംഗ്വേജ് എങ്ങനെയാണ്. പുള്ളി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബറാണ്. നമ്മൾ ഈ റൂമിലുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നേ കേട്ടോ. പേരെന്തോ നിന്റെ? ആദിൽ. ആരാ ഇവിടെ കിടക്കുന്നേ? ആരെ കാണാൻ വന്നയാ? അമ്മൂമ്മ വയ്യാ കിടക്കുന്ന പോവാണോ? പല്ലൊക്കെ എന്തോ നിന്റെ? എത്ര ക്ലാസ്സിൽ പഠിക്കണം? 1. ഇനി വരെ ഹോസ്പിറ്റലിൽ വരുമോ? ഇനി വരുമ്പോൾ പറഞ്ഞു കേട്ടാ. അപ്പൊ നമ്മളെ വാവേനെയും കൂടി കാണാം. ഓക്കെ, പോട്ടാ, ടാറ്റാ. അമ്മ കൊച്ചിനിടാൻ വേണ്ടിട്ട് കുറച്ച് പേരുകൾ പറ. പെൺകൊച്ചാണ് ഇടാൻ പറ്റിയ കുറച്ച് പേരുകൾ പറ. ശാലിമ, തനിമ, സന്തനക്കട്ടെ, ചഞ്ചല. എന്താ ചഞ്ചല പേര്? ചഞ്ചലാക്ഷി. നിങ്ങളാ അമ്മൂമ്മക്കിട്ട പേരൊന്നും ഇവിടെ വേണ്ട.
ഞാൻ പറഞ്ഞ അമ്മ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടി പോവാമ്മ, നാടിന് സേവനം ചെയ്യാൻ പോകും. അമ്മക്ക് ഇനി അമ്മയുടെ അടുത്ത് ചഞ്ചലാക്ഷി. ഓ അമ്മ എത്ര പിള്ളേർക്ക് പേരിട്ടിട്ടുണ്ട് അമ്മ? എനിക്ക് സന്ധ്യ വന്ന് പേരിട്ടാരാണ്? എമ്മന് വലിയ അമ്മ സത്യം. സച്ചു പേരിട്ടാര് ഓർമ്മയില്ല. എനിക്ക് ആരുടെയാ പേരിട്ടെ? അച്ചാമ്മ. പാവം പേര്. അച്ചാമ്മക്ക് മേഘടുത്ത് എന്തോ ദേഷ്യം ഉണ്ടല്ലോ, ഇത്രയും അഴുക പേരിട്ടുണ്ട്. ഇഷ്ടമുള്ള പേര് ചോദിക്കേ, കുഴപ്പമൊന്നുമില്ല, നല്ല പേര് തന്നെ. ആന്റി എന്ത് പേരിടാൻ ആന്റി വെച്ചിരുന്ന മേഘക്ക്? അല്ല വേറെ പേര് ആർക്ക്? രേഷ്മേതാ? മഹിമ. ആ അത് കൊള്ളായിരുന്നല്ലേ, ഈ ദേയങ്കാലിലും മഹിമ കൊള്ളായിരുന്നു. നിന്റെ കൊച്ചു ജനിക്കുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നുന്നു? ആന്റി കൊച്ചു ജനിക്കുമ്പോ ഒന്നും തോന്നരുത്. ആന്റി അത് കണ്ട് ടെൻഷൻ തോന്നണെങ്കിൽ എന്ത് പേരിടും? എന്താ മഹിമാന്നൊക്കെ ഇട്ട് മഹിമ എല്ലാം ഇട്ടിട്ട് അവസാനം അവതരിച്ച സമയത്ത് അച്ഛൻ പേര് വെച്ചപ്പോ ഞാൻ എല്ലാരും പരസ്പരം നോക്കും. ഇതല്ലല്ലോ വീട്ടിൽ പറഞ്ഞു പോയ പേരെന്ന്. ഇത് ഏത് കൊച്ചി കൊള്ളാം? മേഘ ദയ ഇല്ല, മേഘ പത്മേ, മഹിമ, മേഘ മഹിമ. അമ്മ പുതിയ പേരുകൾ കണ്ടുപിടിച്ചോണ്ടിരിക്കണം. അമ്മ ഇരുന്ന് ആലോചിക്കുന്നതേ പേരാണ്. നമ്മള് 2 പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഇന്നത് ഇടാൻ പറ്റും നോക്കട്ടെ. എക്സസൈസ് ചെയ്യാം. കുറച്ച് ദിവസമായി റെസ്റ്റ് ആവുന്നു. കമോൺ തുടങ്ങാം. അവള് ഇന്നലെ ഷാമ്പു ഇട്ടു, അപ്പൊ ഇനി അത് ഇത്ര തേക്കണുള്ളൂ, ഇനി കിട്ടത്തില്ല. എണ്ണക്കൊക്കെ ഇപ്പൊ കോടികളുടെ വിലയാ. അപ്പോഴാ എണ്ണ വെച്ച് തല പാരച്ചൂട്ട് മിക്കവാറും ഇവിടെ തലയെടുത്ത് ഇവിടത്തെ കോസ്മറ്റോടെയും മറ്റിന്റെ അകത്ത് വെക്കും. സൂക്ഷിച്ച എണ്ണ ഇത്രയും കുളിച്ചൊരുങ്ങി 3 മണിയാകുമ്പോൾ ലേബർ റൂമിലോട്ട് പോവുകയാണ്. ലേബർ റൂമിൽ പോയി ഒരു വേദന സഹിച്ച് ഒരു കൊച്ചിന് ജന്മം നൽകാൻ പോകുന്ന മേയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. എന്റെ പേരും മണവാള. ഞാൻ പൈസ ഇവിടെ നിർത്തിയേക്കണം. ഇവിടെ ആപ്പ് സൂപ്പർ ഹീറോയുടെ സ്റ്റോറിയിലിടെ ചേട്ടാ ഒരു ആശംസ പറയാൻ പോവാനുണ്ട്. നമ്മളീ പിള്ളേരെ എന്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ വിഷു പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാം, ലോകത്തിലെ ഏറ്റവും ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന ലിറ്റിൽ ട്വീ എന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിന് എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെ പേരിലും ആശംസകൾ നേരുന്നു. ഗോഡ് ബ്ലെസ് യു ഗായ്സ്. അങ്ങനെ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ 2 പേരായിട്ടുള്ള ലോകം എൻ്റെ ആവാൻ പോവാണ്. ഇനി നമ്മൾ 2 അല്ല 3 ഭാവിക്കാണ് എക്സിഡന്റ്. എന്നാ ഭയങ്കര ഒരു പ്രൗഡ് തോന്നണം. എന്ന് വെച്ചാൽ മേഘ മാത്രമല്ല, എല്ലാ സ്ത്രീകളും ഈ പ്രസവിച്ച എല്ലാ സ്ത്രീകളുടെ അടുത്തും. കാരണം അവര് 10 മാസം ഒരു കൊച്ചിനെ വയറ്റി ചുമന്ന്, കാരണം അവർക്ക് വേണമെങ്കിൽ പ്രസവിക്കാതിരിക്കാം. കാരണം അവരുടെ ശരീരം മാറും, ഹോർമോണുകൾ ചേഞ്ച് ആവും, പല തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ സഹിച്ച് ഒരു കൊച്ചിന് ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ മേഘ റെസ്പെക്ട്. കാരണം അത് ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ സഹിച്ച് അങ്ങനെയൊക്കെ ആണ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ത്രീകളും എല്ലായിടത്തും ഭയങ്കര റെസ്പെക്ട് വന്നിട്ട്. കാരണം കൂടുതലൊക്കെ പ്രസവിക്കാനായിട്ട് എനിക്ക് ബഹുമാനം പറയണ്ട. പിന്നെ മേഘ എനിക്ക് എന്റെ ലൈഫിൽ ഇതുവരെ തന്നിട്ടുള്ള സർപ്രൈസ് ഒന്നുമല്ല. പക്ഷെ ഇനി എനിക്ക് തരാൻ പോകുന്നതാണ് എന്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയ സർപ്രൈസ്. കാരണം കുഞ്ഞാണാണോ പെണ്ണാണോ ഒന്നും അറിയത്തില്ല. എങ്ങനെ ഇരിക്കും, ആരെപ്പോലെ ഇരിക്കും, എങ്ങനെ ഒന്നും അറിയണം. അപ്പൊ അവസാന നിമിഷം നമ്മളെ കൈ കിട്ടുമ്പോൾ കാണാത്ത ഒരാൾ ഇത്ര സ്നേഹിച്ചാണല്ലേ. അപ്പോ അങ്ങനെയൊക്കെ കയ്യിൽ കിട്ടുമ്പം അതാണ് എന്റെ ഏറ്റവും വലിയൊരു, ഇനി എന്റെ ലൈഫിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്.
ഇനി അവള് അത് ഇനി വേറെ എന്തൊക്കെ തന്നെന്ന് പറഞ്ഞാലും ഇതിന്റെ അത്രയൊന്നും ഒന്നും ആവത്തില്ല. കറയല്ല അതെ, പെയിനുണ്ടോ? പെയിന് ഉണ്ട്, ഇടയ്ക്ക് വരും പോകും. ഇപ്പൊ ഒന്ന് കുറഞ്ഞു, പെട്ടെന്ന് വരും. നല്ല പെയിൻ ഇന്റൻസിറ്റി കൂടി വരണം. കൂൾ, ടെൻഷൻ ഒന്നും വേണ്ട. എന്തുകൊണ്ട് എന്നെ ആലോചിച്ചാൽ മതി, അപ്പൊ ചിരിച്ചോണ്ട് പ്രസവിച്ചോളൂ. ഓക്കെ, കോമഡി അടിക്കാൻ വേണ്ടി വന്നു. അവിടെ പോയിട്ട് എന്നെ അവിടെ കേട്ടത്തില്ല ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു എങ്ങനെങ്കിലൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലും കോമഡി ആക്കി ഫൺ രീതിയിൽ ഞാൻ പ്രസവിപ്പിച്ചായിരുന്നു. അവള് മാത്രം പോയി പ്രസവിച്ചിട്ട് പുറത്ത് നേഴ്സ് ഒന്ന് പേര് വിളിക്കണം. പഴയ സെറ്റപ്പ് അതാണ്. ശരിക്ക് പോണമെന്നുണ്ടായിരുന്നു, പക്ഷെ കയറ്റത്തില്ല. എന്തായാലും കൂൾ, പോയി പ്രസവിച്ചിട്ട് വാ. ഓൾ ദി ബെസ്റ്റ് മേഘ. ബാക്കി നടക്കാൻ പോവാ. നടത്തത്തോട് നടത്ത. ഇന്ന് എന്നെ പ്രസവിക്കണം. അതുകൊണ്ട് ഇവിടെ ജനിച്ചത് 7:30-ക്കാണ്. അപ്പൊ അതേ സമയത്ത് ആവണം കൊച്ചിന്റെ ജനനം എന്ന് പറഞ്ഞിട്ട് 4:30-ക്ക് ഒരു ചായ കുടിക്കാൻ എന്ത് തോന്നുന്നു? അയ്യോ, ഞാൻ എന്ത് പറയണമെന്നില്ല. ഇതൊക്കെ എന്തൊരു വേദന. ഇതൊക്കെ കോമഡി വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ഏറ്റവും വലിയ വേദന. ഒന്നുമല്ല, ഇതൊക്കെ ചെറിയ കോൺട്രാക്ഷൻ. വേദനിപ്പിച്ചിട്ടാണ് ഒരാള് പുറത്ത് വരുന്നത്. ഇയാള് വരുമ്പോ കാണണം. ഇത് ചെറിയ കോൺട്രാക്ഷൻ ആണ്. അപ്പൊ വലുത് എങ്ങനെയായിരിക്കും? ഇതേ സഹിക്കാൻ പറ്റുള്ളൂ. കുറച്ച് മോട്ടിവേഷൻ കൊടുക്കുകയാണോ? ഒരു എസ്ഐ അല്ലേ? മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റിയ ഫീൽഡാണ് പ്രഗ്നൻസി. ആർക്കെങ്കിലും മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നതാണോ? വേദനിക്കാൻ അതാ എന്തുമാത്രം പെയിൻ സഹിച്ചിട്ടാണ് ഈ കുട്ടി ഇങ്ങ് പുറത്ത് വരുന്നതെന്ന് കുട്ടി കാണണം. അച്ഛന്റെ വീഡിയോ കാണുമ്പോ മുഖമൊക്കെ കടുത്തു തുടങ്ങി കേട്ടോ. കുഴപ്പമില്ല, കൂടിപ്പോയ 2 മണിക്കൂർ, അയ്യോ അരമണിക്കൂർ, അതിനകത്ത് പിന്നെ ഇതെല്ലാം കഴിയും. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് എല്ലാം റെഡിയായി സെറ്റാണ്. തുറന്നു ശരിയായില്ലല്ലോ. ഫൺ തമാശ കൂടുന്നുണ്ട് പ്രസവിക്കാൻ പോവാണെങ്കിലും. ഓക്കെ, രാവിലെ ഇവിടെ പറഞ്ഞ കണ്ണടച്ച് തുറന്നപ്പോ 9 മാസം അതെ, അതുപോലത്തെ ഒരു കണ്ണടച്ച് തുറക്കൽ പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ പറഞ്ഞത് ഒരു 2:30 ഒക്കെ ആകുമ്പം ലേബർ റൂമിലോട്ട് പോകാൻ പറഞ്ഞു. TV ചെയ്തിട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ട് അടുത്ത് മറ്റേ മരുന്ന് വെക്കാൻ. ഡയലേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വെക്കേണ്ടി വരില്ല. 3 മണിയാറായി, 40 മിനിറ്റ് കൂടി ഉണ്ട്. PV അയ്യോ, എനിക്ക് PV വേണ്ട. പ്രസവിക്കുന്നതിനെക്കാട്ടിലും PV എന്ന് കേൾക്കുമ്പോഴാണ് എന്നെ നെഞ്ചിരിക്കണം. കുഴപ്പമില്ല, ഓക്കെ, എല്ലാം ഓക്കെ. മേഘയെ കൊണ്ടുപോകേണ്ട ആൾക്കാരെത്തി. ഇനിയിപ്പോ വരും മേഘ? നീ മറ്റേ ശരിക്കും മേഘയെ PVക്ക് കൊണ്ടുപോകാണ്. 5th അഞ്ചാമത്തെ PV. ടോട്ടൽ ഇത് 5 ആയി അല്ലേ? PV ചെയ്യണം 5 ആയി. ചെയ്യാൻ പോണോ 5ാമത്തെ? വാട്ടർ ബ്രേക്ക് കഴിഞ്ഞാൽ ഇനി 6:30 പോകണല്ലേ? 6:30 പോവാൻ പറഞ്ഞു. ഇത് വാട്ടർ ബ്രേക്ക് ഇത് എടുക്കും. ആന്റിബയോട്ടിക് ടെസ്റ്റ് നല്ല പിന്മായി ഇതും കൂടെ എടുത്ത് ഓടുകേട്ടാ. സമോസ സ്ട്രോങ് ആയിട്ട് എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാം കുറച്ചും കൂടി സമയം കഴിക്കുക. സമോസ, ചിക്കൻ സമോസ.
നിങ്ങൾ ചായ കുടിച്ചാ ഞങ്ങൾ കുടിച്ചിട്ട് വാ. പോട്ട് പോട്ട് പോട്ടെ, വീട് പോയാലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. മറ്റേ കസാര എടുത്തുകൊണ്ട് ഇനി എപ്പോഴ് 6:30 വരാൻ പറഞ്ഞോ? ഇത് മേഘ ജനിച്ച സമയത്ത് ജനിക്കാൻ വേണ്ടിയിട്ടാണ്. മേഘ 7:30. ഇപ്പൊ സമയം 4:40. 7:30 കുഞ്ഞായത്. കാല് പെയിൻ ഉണ്ടോ ഇപ്പോ? ഇപ്പോഴും ഉണ്ട്. ചിലപ്പോ നേരത്തെ പോലെ അല്ല, രക്ഷയില്ലാത്ത പെയിന്. ലൈഫിൽ ഇങ്ങനെ ഒത്തിരി പെയിൻ. ചായ കുക്കു എന്തിനു കരയണ? ഒരു രക്ഷയില്ല. ഈ ഫ്ലൂയിഡ് ഒന്ന് പോകുമ്പോഴാണ് കുറച്ചുകൂടെ വേദന. എനിക്കൊന്ന് പോകുമ്പോൾ കുറച്ചൊരു താഴോട്ടിറങ്ങി എനിക്ക് പെട്ടെന്ന് ഇറങ്ങിയത്. വിചാരിക്കാനല്ലേ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റില്ലല്ലോ. 7:30 കുഞ്ഞാത്. 7:30 എന്തായാലും കുറച്ച് വരും. പെയിൻ വരട്ടെ മക്കളെ. വന്നാൽ എത്ര ദിവസം നമ്മൾ ഇതായിട്ടിരിക്കണം, നമ്മളൊക്കെ വിഷമിക്കായി. പെയിൻ വരട്ടെ, വന്നാലേ പ്രസവിക്കുള്ളൂ, വിഷമിക്കാൻ. വേറെ വല്ല അമ്മമാരുടെ കൊച്ചിനോട് ജോലി പോലും വേണ്ട. പെയിൻ വരട്ടെ, വന്നാലേ നമുക്ക് ഇതാവുള്ളൂ. പിന്നെ കൊള്ളില്ല. കട്ടൻ ചായ ഇട്ട് വെക്കുമ്പോലല്ല നല്ല ചായ കുടിക്കും. ഇത് വെച്ചിട്ടുള്ളൂ. എനിക്കിത് കാണാൻ പറ്റില്ല. ചെറിയ പനിക്ക് കുത്തിട്ട് ഇതായി നീര് അതുകൂടെ കഴിഞ്ഞു. നല്ല വേനുണ്ടോ? വേന വരട്ടെ. നോ പെയിൻ നോ ഗെയിൻ എന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. വിഷമിക്കില്ല, പെട്ടെന്ന് കുറേ പെയിൻ വരട്ടെ, പെയിൻ വരട്ടെ. ബർത്തിങ് സ്യൂട്ട് ഇല്ലാതായിപ്പോയില്ല, ഞാൻ തന്നെ ഇപ്പൊ നിനക്ക് കൊടുത്തേ. ഇത് വേണ്ടേ കഴിക്കാൻ? നിന്റെ തലന്റെ ഭർത്താവിന്റെ അടുത്ത് പള്ളിയിലൊക്കെ പോണം. ഇപ്പൊ നിന്റെ തല പറഞ്ഞത് അടുത്ത ഞായറാഴ്ച പോയാൽ ഈ ഞായറാഴ്ച പോകണം. സന്ദീപിന്റെ അടുത്താണ് പറഞ്ഞത് മക്കളെ കൊണ്ട് പോണോന്ന്. മനസ്സിലായല്ലോ. അവനാണ് മടി പോരെ. ഇനി കൊറേ കഷ്ടപ്പെട്ടാലേ അതായ രീതിയിൽ വരും. നിങ്ങളെ പോലെ അത്രയും വളർത്തുന്നെങ്കിലേ നിങ്ങൾ അത്രയും കഷ്ടപ്പെടണം. ഇവനൊക്കെ എന്തെന്ന് പറയുമോ, ഇവനെയൊക്കെ കൊച്ചിലെ പള്ളിയിൽ കൊണ്ടുപോകുമ്പോഴും മഴ പെയ്യും കേട്ടാ. എനിക്ക് അന്നൊരു സെറ്റിന്റെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു. ഞാൻ ഇവൻ ബഹളം ഉണ്ടാക്കണോണ്ട് വെളിയിൽ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക മരത്തിന്റെ കൂട്ടി. ഇവ എന്തായാലും ആ വെള്ളം കെട്ടി ഇവനടുത്ത് കല്ലുകൊണ്ടിടും. കല്ല് വാരിയിടും. അപ്പോഴും ചെളി ഭയങ്കര കുസൃതിയാണ്. പള്ളിക്കകത്ത് ഇരിക്കാൻ സമ്മതിക്കില്ല. അന്നേ താല്പര്യമില്ല സഞ്ജു അങ്ങനെയൊന്നും ഒരു കുസൃതി അങ്ങനെയൊന്നും ഇല്ല. അതിന് ലാളിച്ചു കൊടുത്ത് സൈക്കിള് പറയുമ്പോ സൈക്കിള് നമ്മള് അടി ഉണ്ടാക്കണം. ഞാൻ നോക്കിയപ്പോഴേ രാവിലെ ഒരു സൈക്കിള് വീടിന്റെ ഫ്രണ്ടിൽ, ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കണ പോലും കണ്ടില്ല. ഒരു സൈക്കിൾ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കണം അനിയന്. നമ്മളാ 10 അടി ഉണ്ടാക്കുന്ന സ്ഥലം. ആദ്യമുള്ള ഇവർക്കൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തത്. ഇവർക്ക് ഗ്രീഷ്മയ്ക്കും ആ സൈക്കിൾ എന്തൊക്കെ ചെയ്യുമായിരുന്നേ. എക്സ്ട്രാ സൈലൻസർ ഒക്കെ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു.
പിന്നെ എപ്പം മാറ്റി റബ്ബർ ബാൻഡ് വീലുള്ള സൈക്കിൾ കുറച്ചും കൂടെ വലുതാ, അത് അച്ഛൻ വാങ്ങിച്ചു പഴയ വില. അമ്മയുടെ അപ്പച്ച സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മേടിച്ചു. അത് അതിൽ കാണിക്കത്ത് വേറെ തന്നെ മുത്ത് കയറ്റുക അങ്ങനത്തെ. ഇപ്പല്ലേ ഇതൊക്കെ എന്റെയൊക്കെ കാര്യങ്ങളായിട്ട് നീ ചിരിച്ചോണ്ട് പോയി പ്രസവിക്കുക. അത് മര്യാദക്കില്ല. ഒരു ഗർഭിണിയെ പോലെ പെരുമാറാൻ. അനിയത്തിന്റെ ഓർമ്മ കിട്ടി പ്രാർത്ഥിക്കും. അച്ഛ ഓത്. ഇവരാണ് ആ കൊച്ചിനെ തടവി മര്യാദക്ക് എപ്പോഴേ വരേണ്ടത് ലാളിച്ച് അവിടെ ഇരുത്തി. ആ കൊച്ചിനെ സുഖം കിട്ടി. അമ്മ കുറച്ച് രണ്ടാമത്തെ കഥ കൂടി പറ. ആ കഥ നിന്നെ സച്ചുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിരുന്നു. പാടാം പാടുപെടും. ഇപ്പൊ എത്ര നേരം കൂടാ പെട്ടെന്നാവും പിന്നെ ഇപ്പൊ 2 വേദന ക്ഷണിയെന്ന് പറഞ്ഞു. അതെന്റെ സീക്രട്ട് കോഡ്സ്. ഇനി ഓക്കെ ഉനക്ക് 5 നിമിഷം സമയം തരാം. അത് കഴിഞ്ഞിട്ടല്ലേടി 5 വേണ്ടേ? നീയല്ലേ പറഞ്ഞ പണ്ട് 5 പിള്ളേര് വേണം, ഇന്ത്യയിലെ പോപ്പുലേഷൻ കുറഞ്ഞു വരെയാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂടിയല്ലോ. കൂടിയല്ലോ. ചൈന വിവരം ഇല്ലാത്തപ്പോ ഞാൻ പണ്ട് പറഞ്ഞു എനിക്ക് 5 കുട്ടികളോ. ഇപ്പൊ ഞാൻ ഒരിക്കലും പറയല. ഒന്നതേ നാം 3 നമുക്ക് ഒന്നല്ലേ, നാം 2 നമുക്ക് 1. അത് മതി. പ്രീതാൻറ്റി അലമാരിന്റെ ബാഗ് ഒന്ന് എടുത്ത് വെച്ചിട്ട് വരും. ബാക്കില് കുറച്ച് സമയം പോട്ട് കുറച്ച് സമയം കൂടി എടുവാ. ആദ്യമായിട്ട് ഇത് കാണുന്ന ഒരുമാതിരി കൂടെ കുഴപ്പമില്ല. ഇങ്ങനെ ഇപ്പോഴും പോയി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വേറൊരു സ്ഥലത്താവുമ്പോഴൊരു അതെ നല്ല പെയിനായി തോന്നല്ലേ. വാട്ടർ ബ്രേക്കും നല്ലോണം ഉണ്ടായിരുന്നു. വാട്ടർ ബ്രേക്ക് ആയിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു. അതിനേശൂടെ നല്ല പെയിൻ വന്നത്. വയറ് താഴ്ന്നിറങ്ങിയ എനിക്ക് വാട്ടർ ബ്രേക്ക് ആയത് കണ്ടപ്പോൾ തന്നെ ഒരു ഞാൻ ഇത്രയും നാളെ പ്രസവം കാണണമെന്ന് കൊണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷെ കണ്ടു നിൽക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത്രയ്ക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഒരുമാതിരിയാണ്. അപ്പോൾ അവളെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. ഒരുപാട് വാട്ടറൊക്കെ ബ്രേക്കായി. അങ്ങനെ ഇനിയിപ്പം 6:30 ആകുമ്പോൾ ഡോക്ടർ വരും. വന്നിട്ട് PV ചെയ്തിട്ട് ബാക്കി എന്തായിരുന്നു ചെയ്യാന്ന് പറഞ്ഞു. PV ചെയ്തിട്ട് നോക്കി അതനുസരിച്ച് എന്താണോ അടുത്തത് ഏതാനും മണിക്കൂർ ലേബർ റൂമിൽ കേറ്റിയിട്ടുണ്ട്. 6:30 ഡോക്ടർ വരും. ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ടൊന്നും കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു. അവർ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് റൂമിലേക്ക് വന്നു. എനിക്ക് മേഘുവിന്റെ അമ്മ അവിടെ ഉണ്ട്. ഫ്ലൂയിഡ് ഒക്കെ ഇങ്ങനെ ബ്രേക്ക് ആയപ്പോ തന്നെ എന്റെ കിളി പോയി. ഇവിടെ ഒരാള് ഫ്ലൂയിഡ് ബ്രേക്ക് ആയി അങ്ങോട്ട് എനിക്ക് ഒരുമാതിരി
പ്രസവം കാണണം എന്നൊക്കെയാണ് എന്റെ ആഗ്രഹം, പക്ഷെ കണ്ടു നിൽക്കാൻ പറ്റുന്നുള്ളതാണ് എന്റെ അടുത്ത്. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ചേട്ടൻ ബോധം കെട്ട് വീഴും. അത് സത്യം. എനിക്ക് തോന്നുന്നു അവള് ജനിച്ചത് 7:30 രാത്രി. അപ്പൊ അതുപോലെ ഒരു 7:30 രാത്രിയാണ് ജനിച്ചത്. ഞാൻ എത്ര മണിക്കാ ജനിച്ച? അത്ര സമയം വെയിറ്റ് ചെയ്യിപ്പിക്കില്ല നമ്മൾ. ഇപ്പോഴേ നേരെ വിളിച്ചോണ്ടിരിക്കുകയാണ്. പാവം വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ചെറിയ ടെൻഷൻ ഉണ്ട്. എന്താണെന്ന് അവിടെ നടക്കണെന്നുള്ള എല്ലാവർക്കും വലിയ ടെൻഷൻ ഉണ്ട്, നമ്മൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആകെ ഒരു ആശ്വാസം പൊട്ടാറായി നിക്കല്ലേ, അവളെ അമ്മ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതാണ് ആകെ ഒരു അത് അല്ല ഞാൻ പറയുന്ന മറ്റമ്മമാരെ വെച്ച് നോക്കുമ്പോ ഇല്ലേ, ഇപ്പൊ എന്റെ വീട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോഴും അമ്മാമ്മയൊക്കെയാണ് ആദ്യം ഫെയിൻഡ് ആയി വീഴുന്ന ആൾക്കാർ. അമ്മമ്മയ്ക്ക് ഇപ്പൊ സ്വന്തം മോള് അങ്ങനെ ആ ഒരു സ്റ്റേജിൽ കൂടെ പോകുന്ന കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ സൗമ നഴ്സ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ജീവിതകാലത്തിന്റെ പകുതി കൂടുതലും കഴിച്ചത് കൊണ്ട് പുള്ളിക്കാരി ഭയങ്കര കൂളാണ്. അതുകൊണ്ട് തന്നെ മേഘയ്ക്ക് അത്രയും സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് കൂടെ അമ്മ അത്രയും സപ്പോർട്ടായിട്ട് നിൽക്കും. പിന്നെ വേറെ ആരാ വേണ്ട, അമ്മ കൂടെ അവിടെ തന്നെ ഉണ്ട്, ലേബർ റൂമിനകത്ത് തന്നെ ഉണ്ട്, എപ്പോഴും കണ്ടുകൊണ്ട് നിൽക്കാം. അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണണം. ഇനി എന്തായാലും മണിക്കൂറുകൾ നമുക്ക് നോക്കാം ഗൈസ്. ജൂനിയർ സൂപ്പർ ഹീറോ ആണോ അത് ജൂനിയർ ലിറ്റിൽ TV ആണോ എന്നുള്ളത്. സോ എന്തായാലും നല്ല ആരോഗ്യമുള്ളൊരു കൊച്ചു തന്നെ കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രാർത്ഥന എങ്ങനെയാണ്. അപ്പം വെയിറ്റിംഗ്. കുറച്ചും കൂടി ഇത്ര സഹിക്കാൻ നിനക്ക് ഇനിയും പറ്റും, കുറച്ചുകൂടി പറ്റും. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാ? ഒരു കുട്ടിയുടെ അമ്മയാ. ആ 25 ഓഗസ്റ്റ് 25 ഇത് ഞാൻ ജനിച്ച സമയത്ത് തന്നെ 1:30 ആയിരിക്കും മിക്കവാറും. നിന്റെ ടൈം കഴിഞ്ഞു വേഗം. റേഞ്ച് ഇല്ലാത്ത അവളോട് സംസാരിക്കുമ്പോ പിടിച്ചു വെക്കാൻ വേണ്ടി എന്തൊക്കെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഈ മരണവേദനയായിട്ട് വിളിക്കുമല്ലോ, അതിനൊക്കെ 9 മണിക്കൂർ അടുപ്പിച്ച് അവള് നല്ല പെയിൻ സഹിച്ച് ഇപ്പൊ രാത്രി 1:15 C-സെക്ഷനായി. കാരണം കൊച്ചിന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് C-സെക്ഷനായി. എന്തായാലും ഒരു 10 മിനിറ്റിനകത്ത് വരും. ഞാൻ ജനിച്ച അതേ സമയം കൊച്ചിപ്പം എൻ്റെ കയ്യിലോട്ട് കിട്ടി. അതാണ് മേഘ 7:30 രാത്രി. ഞാൻ രാത്രി 1:20 1:30 ഞാൻ 1:20 ഇപ്പൊ സമയം 1:10 1:12 8 മിനിറ്റിനകത്ത് കൊച്ചു വരും. എന്തായാലും മേഘ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഫോണിൽ കൂടെ അവിടെ അവളുടെ അമ്മകളുടെ അടുത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യും. അപ്പോൾ ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു റൂമിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ വെച്ചിട്ട് C-സെക്ഷനാണ്, കുഴപ്പമില്ല. എന്തായാലും വരും, കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. എൻ്റെ മേഘയുടെ ആഗ്രഹം പോലെ തന്നെ നമുക്കൊരു മോള് ജനിച്ചിരിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസം, അതായത് രാത്രി 1:20 കൊച്ചു ജനിച്ചത്. അതായത് ഞാൻ ജനിച്ച അതേ സമയത്താണ് കൊച്ചിൻ ജനിച്ചത്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചത്തില്ല എന്നുള്ളൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം മേഘ എല്ലാം നോർമലായിരുന്നു. പെട്ടെന്ന് ഒരു ഇതിൽ വന്നിട്ട് 130 ഉണ്ടായിരുന്ന ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് 50-ലോട്ടായി. അങ്ങനെ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോയി സിസേറിയൻ ചെയ്തു. പക്ഷേ കൊച്ച് കരഞ്ഞില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഈ കൊച്ച് കരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തട്ടുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനത് ഓക്കെ, അത് റെഡിയാവും. എനിക്ക് അതുവരെ വേറെ അങ്ങനെ പ്രശ്നമില്ല. മേഘയുടെ ആ ഒരു പെയിനും കാര്യങ്ങളും കണ്ടിട്ടുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ 1:30 ജനിച്ച കൊച്ച് 2 മണിയായിട്ടും കരഞ്ഞില്ല എന്നുള്ള അമ്മ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ട് മനസ്സ് ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇന്ന് രാത്രി കടന്നുപോയത്. അത് കഴിഞ്ഞിട്ട് 2 മണിയായി 3 മണിയായി രാത്രി. നമുക്ക് ഇരുന്നിട്ട് ഒരുറപ്പും പറഞ്ഞില്ല. അങ്ങനെ ഭയങ്കര ഒരു
ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ടെൻഷൻ എൻ്റെ ജീവിതത്തിൽ അടിച്ചില്ല, ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ. അങ്ങനെ അവസാനം കൊച്ചിനെ NICU കൊണ്ടുവന്ന് ഡോക്ടർ ചെക്ക് ചെയ്തു. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് കൊച്ച് കരഞ്ഞിട്ടില്ല, ചെറിയൊരു ജർഗ് പോലെയൊക്കെ ഇങ്ങനെയൊക്കെ വന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും, കാരണം ചുറ്റും വേറെയും കുറേ ഡോക്ടേഴ്സും നേഴ്സുമാരൊക്കെ നിൽക്കുന്നുണ്ട്, മേഘയുടെ അമ്മ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിതൊക്കെ പറഞ്ഞു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് എന്തോ സംഭവം നടന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ ഇതെല്ലാം കേട്ടൊരു, എനിക്കൊന്നും മിണ്ടല്ല, ഞാൻ ഇങ്ങനെ തല താഴ്ത്തി ഇത് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ ചോദിച്ചു, ഡോക്ടർ ഇതിപ്പം കൊച്ച് നോർമലായിട്ട് ശ്വസിക്കും, ഇപ്പോൾ എത്ര ദിവസം എടുക്കും? അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി കേട്ടപ്പോഴത്തേക്കും അത് ഞാൻ തളർന്നു. പിന്നെ അവർ പറഞ്ഞു 2-3 പേപ്പർ ഒപ്പിട്ട് തരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഒപ്പിട്ട് കൊടുത്ത് വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്നിട്ട് അപ്പോഴത്തേക്ക് മേഘ വന്നിട്ട് അവരുടെ ലേബർ റൂമിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ മേഘ എൻ്റെ അടുത്ത് ചോദിച്ച്, ഡോക്ടർ സൈഡിൽ നിന്ന് ഇത്രയും സാധനം ഞാൻ കേട്ടിട്ട് ഞാൻ മേഘയുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ മേഘയുടെ അടുത്തോടെ കൊച്ചെവിടെ, കുഞ്ഞെവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൊട്ടി നിൽക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്കിതൊക്കെ കേട്ടിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ലൈഫിൽ ഇങ്ങനെ കേട്ടിട്ട് ഞാൻ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അവൾ കൂടി എന്ന് വെച്ചപ്പോൾ ഞാൻ കണ്ടു കൊച്ചിനെ കണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കരഞ്ഞ സൗണ്ട് കേട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കരഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ ഹോസ്പിറ്റലിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. എനിക്കിവിടെ നിന്നിട്ട് നിൽക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു പോയി ആ ഒരു കൊച്ചിനൊക്കെ ഇങ്ങനെ വാങ്ങുന്നതും അതൊക്കെ. അപ്പം ഈ NICU ഡോക്ടർ അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. ഇപ്പോൾ മേഘ എൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കൊച്ചിനെ കാണണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര, അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കതൊന്നും പറയാൻ പറ്റില്ല. മേഘ അടുത്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് പറയാനുള്ളൊരു ത്രാണി എനിക്കില്ല. അപ്പോൾ എൻ്റെ അവളെ അമ്മ ഒന്നിങ്ങനെ കുറേ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഹോസ്പിറ്റലിൻ്റെ പുറത്ത് റോഡ് സൈഡിൽ പോയിരുന്നു ഇങ്ങനെ കുറേ നേരം. കഴിഞ്ഞിട്ട് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ എന്നെ തന്നെ പറയും, എൻ്റെ കൊച്ചാണ്, ഒന്നും പറ്റൂല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കുറേ നേരം അങ്ങനെ ഞാൻ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. എൻ്റെ കൊച്ചാണ്, എനിക്കൊന്നും പറ്റൂല, അത് എനിക്കുള്ളതാണ്. എന്നിട്ട് അത് അത്ര നേരം കൊച്ചിനെ കണ്ടില്ല. കുറേ കഴിഞ്ഞ് ഡോക്ടർ ഏകദേശം ഒരു 3 മണി 3:30 ആയപ്പം കയറി കാണാൻ പറ്റും. അപ്പം അവിടെ ഇരിക്കുന്നു. അപ്പം കണ്ടപ്പം തന്നെ ആദ്യം ഒരു ആശ്വാസം പോയി, കാരണം ബ്രീത്ത് എടുക്കുന്നുണ്ട്. കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് മേഘയെ പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. എനിക്കത് കണ്ടപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായത്, ആ പറഞ്ഞതിൽ നിന്ന് ഭയങ്കര റിലീഫ് ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചിൻ്റെ കൈ ഇവിടെ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ മനസ്സിൽ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എനിക്കതറിയുണ്ട്, എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ കൈ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, വാ തൂലിക വാ, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഡോക്ടർ പറഞ്ഞൊക്കെ എൻ്റെ മൈൻഡിൽ കിടക്കുകയാണ്. ഏകദേശം എപ്പോഴാണ് ഇനി എത്ര സമയം എടുക്കുമെന്നൊന്നും പറയാൻ പറ്റൂല, റിക്കവറി എങ്ങനെയാണെന്നുള്ള അറിവുണ്ട്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് പറഞ്ഞു വാ പെട്ടെന്ന് വാന്ന് പറഞ്ഞ്, എന്നിട്ട് അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ റൂമിൽ വന്നിരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം കൊച്ച് കരഞ്ഞ് ബ്രീത്ത് എടുക്കാൻ തുടങ്ങി. എൻ്റെ അമ്മ അത് കേട്ടപ്പോൾ ഉണ്ടല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയും വലിയൊരു സന്തോഷം കിട്ടിയിട്ടില്ല. കാരണം അവരൊക്കെ പറഞ്ഞൊരു, ഞാൻ വെച്ച് കൊച്ച് നമ്മളെ കയ്യിൽ നിന്ന് പോയി ഇനി കിട്ടൂല എന്നൊക്കെ ഞാൻ വിചാരിച്ച് അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, എവറസ്റ്റ് ഉരുകിയില്ലേ, അത് ഉരുകി ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നി, എനിക്ക് അത്രയ്ക്ക് സമാധാനമായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ, സമാധാനമായിരുന്നു. പിന്നെ മേഘയെ പോയി കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞ് കൊച്ചു കരയണ കണ്ട് അതെല്ലാം കേട്ട് ഓക്കെ ആയി. എന്നിട്ട് ഇപ്പം രാവിലെ പോയി ഞാൻ കണ്ണ് തുറന്ന് നേരത്തെ കൃത്യമായിട്ട് ശ്വാസം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പം അല്ലാതെ കൊച്ച് ശ്വസിച്ചു തുടങ്ങി, കരഞ്ഞു തുടങ്ങി, കുസൃതി കൈയൊക്കെ ഇട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാം ഞാൻ കണ്ട് കൊച്ച് എന്നെ നോക്കി ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഒന്ന് നോക്കി. എൻ്റെ അമ്മ എനിക്കത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, എന്തോ ഒരു വലിയൊരു സംഭവം ഇറങ്ങിപ്പോയൊരു ഫീലായിരുന്നു. ഇനി മേഘനെ ഇനിയിപ്പം ഉച്ചയ്ക്ക് കൊണ്ടുവരും റൂമിൽ. അത് കഴിഞ്ഞിട്ടായിരിക്കും കൊച്ചിനെ ഇനി ചിലപ്പോൾ 2 ദിവസം ടെസ്റ്റും കാര്യങ്ങളും കൂടിയുണ്ട്. എൻ്റെ അമ്മ ഇന്നലെ ഒരൊറ്റ രാത്രി എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കൊച്ചി ജനിച്ചത് പറഞ്ഞ സമയത്താണ് 25-ാം തീയതി 8-ാം മാസം 25-ാം തീയതി. മേഘ 25 വയസ്സായി. 25 വയസ്സിലാണ് ഇപ്പം മേഘ പ്രഗ്നൻ്റ് ഡെലിവറി ആയത്. 25-ാം തീയതി കൊച്ചി ജനിച്ചു. 8-ാം മാസം
25 വർഷം 2025. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി ഇനി കുറച്ച് ടെസ്റ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം അടിപൊളിയായിട്ട് നടക്കും. ലേബർ റൂമിൽ നിന്ന് മേഘ എത്തി. കുഞ്ഞിനെ കണ്ട സന്തോഷമായ? കണ്ടപ്പോഴാണ് സന്തോഷമായത്. ആരെ പോലെ? എനിക്കങ്ങനെ ആരെപ്പോലെ ഇങ്ങനെ തോന്നിയില്ല. എന്തെനിക്ക് തോന്നത്തെന്ന് അറിഞ്ഞൂടാ. എല്ലാരും പറഞ്ഞ നിന്നെ പോലെയാണ്. പിന്നെ നല്ല മുടിയൊക്കെ ഉണ്ട്, ഉറക്കം. ഇങ്ങനെ വെറുതെ കണ്ണ് തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ എന്നിട്ട് പിന്നെ ചേട്ടനാ നോക്കി എടുത്തത്. നല്ല ഉറക്കം, ശല്യപ്പെടുത്തിയില്ല, ഉറങ്ങട്ടേന്ന് വെച്ചു. അപ്പോൾ മേഘ എത്തി, കൊച്ചിനെ കണ്ടു. ഹാപ്പിയില്ലേ? എത്ര മണിക്കൂറിന് ശേഷം? 1:30 സി സെക്ഷൻ കഴിഞ്ഞിട്ട് പോയതാണ് മേഘ. ഇന്ന് എത്ര സമയം? 5:45 ഞാൻ ജനിച്ച അതേ സമയത്താണ് കൊച്ചി ജനിച്ചത്. എൻ്റെ 7:30 അല്ല. കൊച്ചിൻ്റെ നാള് അവളുടെ അച്ഛൻ്റെ നാളാണ്. ഉത്തരമല്ലേ? ഉത്തരം. എന്തായാലും എനിക്ക് കൊച്ചിനെ നമ്മുടെ കയ്യിൽ കിട്ടാൻ 2 ദിവസം കൊടുക്കും. അതുവരെ വെയിറ്റിംഗ് ആണ്. നമുക്ക് ജസ്റ്റ് നമുക്ക് അതിൻ്റെ കാണിച്ചുള്ളൂ. കൊണ്ടുവരാൻ പറ്റിയില്ല, പക്ഷേ അന്ന് വെളിയിങ്ങനെ കൊണ്ടുവരാൻ പറ്റൂല. തൂലിക എം സന്ദീപ് ഒരു മിറാക്കിൾ കിട്ടാണ് നമുക്ക്. കാരണം നമ്മളത്രയും തലേദിവസം നീ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല, കാരണം ബോധമുണ്ടല്ലോ. പിന്നെ ലാസ്റ്റ് ബഹളം മേഘ ഭയങ്കരമായിട്ട് കൊച്ചിനെ അന്ന് കരയാത്തതുകൊണ്ട് മേഘ ഭയങ്കരമായിട്ട് പാനിക്കായി. അപ്പോൾ ഡോക്ടർ സഡേഷൻ കൊടുത്തല്ലേ. എന്തായാലും ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി. എന്തായാലും എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. മേഘ ഇത്രയും സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് തരുമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും മരിക്കും വരെ ഓർത്തിരിക്കേണ്ട ഒരു ഗിഫ്റ്റ് ആയിരിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കാരണം തീരുന്നു മണിക്കൂറുകൾ നമ്മൾ തീരുന്നു ഓരോ നിമിഷവും. അതുകൊണ്ട് ഞാൻ മിറാക്കിൾ ബേബി ഗേളാണ് തൂലിക. കിട്ടുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ കിട്ടി. അപ്പം ഇനി 2 ദിവസം കഴിഞ്ഞ് കൊച്ചിനെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. എല്ലാവരും മേഘയ്ക്കും കൊച്ചിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ, ലവ് യു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ നന്ദിയുണ്ട്.